ഇന്നിവിടെ പരമ്പരാഗത രീതിയിൽ രസം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പൊതുവെ ആയുർവേദ വിദഗ്ധരൊക്കെ പറയുന്നത് രസം നമ്മുടെ നിത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വൈറൽ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ്, ആ ശേഷി നമുക്കുണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിനാവശ്യമായ ചേരുവകൾ: വെള്ളം, വെളിച്ചെണ്ണ, കടുക്, ചെറിയ ഉള്ളി, ശർക്കര, പുളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായം, ടൊമാറ്റോ, വെളുത്തുള്ളി, തുവരപ്പരിപ്പ്, കുരുമുളക്, ഉലുവ, ഇഞ്ചി, മല്ലി, ചുവന്ന മുളക്, മല്ലിയില, കരിവേപ്പില. ആദ്യമായി നമ്മൾ കുറച്ച് ചേരുവകളെല്ലാം ചതച്ചെടുക്കണം. ചുവന്ന മുളക്, മല്ലി, ഇഞ്ചി, ഉലുവ, വെളുത്തുള്ളി, കുരുമുളക്, തുവരപ്പരിപ്പ്, ഇത്രയും നമ്മൾ നല്ലതായി ചതച്ചെടുക്കണം. ഇനി കലം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിക്കുക. സ്റ്റൗ ഓൺ ചെയ്യുക. ഇതിലോട്ട് നമ്മൾ ഇടിച്ച് വച്ചിരിക്കുന്ന ആ കൂട്ട് ഇടണം. പിന്നെ കായം ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിക്കണം, ടൊമാറ്റോ ഇടണം. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ആവട്ടെ. ഇളക്കിയിട്ട് മൂടിയിട്ട് അടച്ച് വയ്ക്കുക. നല്ലോണം ഒന്ന് തിളച്ചിട്ട് നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. തിളച്ചോ നമുക്ക് നോക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ചിട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ ഏകദേശം 3/4 വെള്ളം ആകുന്നത് വരെ ഒന്ന് തിളക്കട്ടെ നല്ലോണം. ഇപ്പം നല്ലോണം തിളച്ചു. വെള്ളമൊക്കെ ഏകദേശം വറ്റി 3/4 ആയി. ഇനി നമുക്കിതിനകത്ത് മല്ലിയില ഇടാം. നല്ലോണം ഇളക്കിയിട്ട് വീണ്ടും അടച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുക്കണം. അതിനുള്ളത് ചെയ്യാം. പാൻ അടുപ്പിൽ വയ്ക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ. നമ്മളിവിടെ അടച്ചു വച്ചിരിക്കുന്ന രസക്കൂട്ടിലോട്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കരിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതും ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറയ്ക്കാം, കരിയണ്ട. ഉള്ളി ഒന്ന് ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അണച്ചിട്ട് നമ്മുടെ രസക്കുട്ടിലോട്ട് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് വറുത്തൊഴിച്ചു. ഇനി നമുക്ക് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കാം. രസം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് ഒഴിക്കാൻ റെഡിയായി കഴിഞ്ഞു.